നമസ്കാരം. ഇന്ന് നമ്മൾ നാലാമത്തെ പാഠമായ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യുക. ജോമെട്രി ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഈ 3 സാധനങ്ങളും ഒന്ന് കയ്യിൽ വയ്ക്കുക. ഒരു കോമ്പസ്, ഒരു പ്രൊട്രാക്ടർ, ഒരു സെറ്റ് സ്ക്വയർ. കാരണം നമുക്കിത് മൂന്നും ചെറുതായിട്ടൊരു ആവശ്യമുണ്ട്. ഈ പാഠം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ചിത്രങ്ങൾ നോക്കി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ വേണം എന്ന് പറയാൻ കാരണം, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് വൃത്തത്തെക്കുറിച്ചാണ്. അപ്പോൾ വൃത്തം വരയ്ക്കേണ്ടി വരും. കുറേ വൃത്തം വരയ്ക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, ഇതൊക്കെ ചെയ്യേണ്ടി വരും, കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വൃത്തം കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു, അല്ലേ? വൃത്തത്തിന് ഒരു കേന്ദ്രമുണ്ട്. വൃത്തത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയും. അപ്പോൾ വൃത്തത്തിന് ഇതാ ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇതിനെ പറയുന്ന പേരാണ് കേന്ദ്ര ബിന്ദു എന്ന് പറയും. കേന്ദ്ര ബിന്ദു ഇംഗ്ലീഷിൽ സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഇതൊരു പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലെ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരച്ചാൽ ഇതാണ് വൃത്തത്തിൻ്റെ എന്ത് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടതാണ്. എന്താണ്? ആരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് റേഡിയസ്. അപ്പോൾ ഒരു വൃത്തത്തിലെ പ്രധാനപ്പെട്ടിട്ട് നോക്കുക. ഒന്ന് കേന്ദ്രബിന്ദുവാണ്. പിന്നെ കേന്ദ്രബിന്ദുവിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആരം എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടി പഠിക്കാനുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കേന്ദ്രബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന രേഖ ഈ വൃത്തത്തിൽ രണ്ട് വശത്തും മുട്ടുന്നു, കേന്ദ്രബിന്ദു കൂടെ കടന്നു പോകുന്നു. ഇതിനെ പറയുന്ന പേരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? ഒരു 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്ര ആരം വേണച്ചാലും നമുക്ക് വരയ്ക്കാം, അതേപോലെ നമുക്ക് എത്ര വ്യാസം വേണച്ചാലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് വൃത്തത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ. അതായത് നമ്മൾ ഈ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ ഈ കോമ്പസിൻ്റെ ഈ മുനല്ലേ, ഇത് നമ്മളൊരു സ്ഥലത്ത് കുത്തി വെച്ചിട്ടാണല്ലോ വരയ്ക്കുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? കേന്ദ്രബിന്ദു അല്ലെങ്കിൽ സെൻറ്റർ. പിന്നെ കേന്ദ്രബിന്ദുവിൽ നിന്ന് സർക്കിളിലേക്ക്, വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന ചെറിയ വരല്ലേ, അതിനെ പറയുന്ന പേരാണ് ആരം. ഇനി കേന്ദ്രബിന്ദു കൂടെ പോകുന്ന വലിയ നേർരേഖ, അത് വൃത്തത്തിൽ തട്ടും വേണം. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വ്യാസം. അപ്പോൾ ഒരു വൃത്തത്തിൽ ഇഷ്ടംപോലെ ആരവും വരയ്ക്കാൻ പറ്റും, ഇഷ്ടംപോലെ വ്യാസവും വരയ്ക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ടത്. അപ്പോൾ അടുത്തതിലേക്ക് പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും ഒരു വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു വൃത്തമൊക്കെ വരച്ചു. ഇനി വൃത്തം വരച്ചിട്ട്, ഇതാണല്ലോ വൃത്തം, ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് വരച്ചത് തന്നെയാണ് വൃത്തം. ഇതിൽ 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്യുക. 2 ബിന്ദു വൃത്തത്തിൽ എവിടെയെങ്കിലും 2 എണ്ണം. അവ തമ്മിൽ നേർരേഖ ഉപയോഗിച്ച്
കൂട്ടിമുട്ടുക. ഞാൻ ചെയ്തതൊന്നും ഞാൻ പറയാം. ഒരു വൃത്തം വരച്ചു. വൃത്തത്തിൽ എന്ത് ചെയ്തു? 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്തു, അടയാളപ്പെടുത്തി. 2 ബിന്ദുക്കൾ. ഈ 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്ത് അവരെന്ത് ചെയ്തു? നേർരേഖ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? അടയാളപ്പെടുത്തി. ഇങ്ങനെ വരയ്ക്കുന്ന ഈ നേർരേഖയെ പറയുന്ന പേരാണ് ഞാൺ. ഇങ്ങനെ നേർരേഖയിൽ വരയ്ക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ഞാൺ. അപ്പോൾ ഒരു വൃത്തത്തിൽ നമുക്ക് ഇഷ്ടം പോലെ ഞാണുകൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കൂ, 2 എണ്ണം വെച്ചു. വേറൊരു ഞാണാണ്. ഇത് വേറൊരു ഞാണാണ്. അങ്ങനെ വൃത്തത്തിലെ 2 വശങ്ങളെ തമ്മിൽ മുട്ടിക്കുന്നതൊക്കെ എന്ത് തന്നെയാണ്? ഞാണുകളാണ്. അപ്പം ഞാൺ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയെയാണ് എന്ത് പറയുന്നത്? ഞാൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പം ഞാൺ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് എന്ത്? ഞാൺ. കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലോ? ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ എന്ന് പറയുന്നത് വ്യാസമായിരിക്കും. ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യാസമായിരിക്കും. മനസ്സിലായല്ലോ? ഏറ്റവും വലിയ ഞാൺ എന്ന് പറഞ്ഞാൽ വ്യാസമായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞാൽ, ഇപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ആരം എന്ന് പറഞ്ഞതാ ഇവിടുന്ന് ഇതുവരെ, കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വൃത്തം വരെ ഉള്ളത് ആണ് ആരം, 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ വൃത്തത്തിൻ്റെ ആരം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ഞാണിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ 2 മടങ്ങാണ്. വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചത് ഞാൺ എന്താണെന്ന് പഠിച്ചു. ഏറ്റവും വലിയ ഞാൺ വ്യാസമാണെന്ന് പഠിച്ചു. ഒരു വ്യാസം അല്ല കേട്ടോ വരയ്ക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടംപോലെ വ്യാസങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ ഞാൺ നമുക്ക് ഒന്നല്ല, ഒന്നിൽ കൂടുതലും വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ഞാൺ എന്ന് പറയുന്നത് ആരത്തിൻ്റെ 2 മടങ്ങായിരിക്കും. അതിൽ കൂടാൻ പാടില്ല. അപ്പം നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കും, നിങ്ങളൊരു 4 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കൂ എന്ന് പറയും. എന്നിട്ട് അതിൽ 10 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ഞാൺ വരയ്ക്കൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആകെ 4ആണ്. അപ്പോൾ 4ൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8 വരുള്ളൂ. അപ്പോൾ 8ന് മുകളിൽ വന്നു 10. അപ്പോൾ നമുക്ക് എന്ത് പറ്റില്ല? ആ ഞാൺ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലേ നമുക്കിനി മെല്ലെ മെല്ലെ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്തതായി നമുക്ക് ഞാണിൻ്റെ ഒരു പ്രത്യേകത കൂടിയും പഠിക്കാനുണ്ട്. അപ്പം ഞാൺ എന്താണെന്നൊക്കെ പറഞ്ഞു, ഏറ്റവും വലിയ ഞാണൊക്കെ പഠിച്ചു.
ഇനി ഞാണിൻ്റെ ഒരു പ്രത്യേകത കൂടെ പഠിക്കാനുണ്ട്. ഞാൻ ആ പ്രത്യേകത ചെയ്യാൻ പോവാണ്. ഞാനൊരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൽ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. ഇവ തമ്മിൽ ഞാൻ ഒരു രേഖ ഉപയോഗിച്ച്, നേർരേഖ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചു. അപ്പോൾ ഇതെന്തായി? ഒരു ഞാണായി. ഈ വൃത്തത്തിന് ഒരു ഞാൻ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇതിൻ്റെ നീളം അളന്നു. നീളം അളന്നപ്പോൾ എത്ര കിട്ടി? 5.5 സെൻറ്റിമീറ്റർ കിട്ടി. 5.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി കണ്ടുപിടിച്ചു. 5.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി. 5.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5.5 ആണ്. ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 2.75. അപ്പോൾ 2.75 പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. 2.75 പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഒരു 90 ഡിഗ്രി അങ്ങോട്ട് മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് എത്ര മാർക്ക് ചെയ്യുക? 90 ഡിഗ്രി. ആ ബിന്ദു നമ്മളിപ്പോൾ പകുതി വെച്ചില്ലേ, കണ്ടുപിടിച്ചില്ലേ, അതിൽ വെച്ചിട്ട് വേണം 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ. അങ്ങനെ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്തതും രേഖപ്പെടുത്തിയതും ഇതും കൂടിയും വരച്ചാൽ ഇവിടെയാണ് വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദു വന്നത്. കേന്ദ്രബിന്ദു കൂടെ അത് കടന്നു പോകുന്നതാണ് പറയുന്നത്. അത് 90 ഡിഗ്രി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയാം. ഒരു വൃത്തം വരച്ചു, എന്നിട്ട് 2 ബിന്ദുക്കൾ അതിൽ രേഖപ്പെടുത്തി. ആ 2 ബിന്ദുക്കൾ രേഖപ്പെടുത്തിയ ശേഷം അവ തമ്മിൽ നേർരേഖ ഉപയോഗിച്ച് വരച്ചു. അതിനുശേഷം അതിൻ്റെ അളവ്, നീളം കണ്ടുപിടിച്ചു. നീളത്തിൻ്റെ പകുതി ഞാൻ കണ്ടുപിടിച്ചു. ഈ പകുതി കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ വെച്ച് 90 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ നടുവിൽ നിന്ന് ആ 90 ഡിഗ്രി മാർക്ക് ചെയ്തതിലേക്ക് ഒരു വര വരച്ചു. ഇങ്ങനെ വരച്ചാൽ ഈ വര ഏതു കൂടെ പോകുന്ന പറയുന്നത്? കേന്ദ്രബിന്ദു കൂടെ കടന്നു പോവും എന്നാണ് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ എവിടെ ചെയ്താലും ഇതിങ്ങനെ പോവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഇതൊരു വൃത്തത്തിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലായാലും എന്താ ചെയ്തെന്ന്? വൃത്തം വരച്ചു, ഞാൻ വരച്ചു, ഞാണിൻ്റെ പകുതി കണ്ടുപിടിച്ചു. പകുതിയിൽ നിന്ന് 90 ഡിഗ്രി വരച്ചാൽ അത് ഏതു കൂടെ പോകുന്ന പറയുന്നത്? കേന്ദ്രബിന്ദു കൂടെ പോവും എന്നാണ് പറയുന്നത്. കേന്ദ്രബിന്ദു അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ കേന്ദ്രം എന്നാണ് പറയട്ടെ. കേന്ദ്രബിന്ദു എന്ന് പറയും, അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ കേന്ദ്രം എന്നും പറയും. അപ്പോൾ അത് ഞാനൊന്ന് എഴുതുകയാണ്. അത് എഴുതാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. ഒരു വൃത്തത്തിലെ ഏതൊരു ഞാണിൻ്റെയും ലംബസമഭാജി വൃത്തകേന്ദ്രത്തിലൂടെ കടന്നുപോകും. ഒരു വൃത്തത്തിലെ ഏതൊരു ഞാണിൻ്റെയും ലംബസമഭാജി വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. വൃത്തകേന്ദ്രം എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? കേന്ദ്രബിന്ദു. വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ലംബസമാജി എന്ന് പറയുന്നത്, ലംബം എന്ന് പറയുന്നത് 90 ഡിഗ്രി, സമഭാജി എന്ന് പറഞ്ഞാൽ സമമായി മുറിക്കുന്നത് എന്നുള്ള മീനിങ് ആണ്, അർത്ഥം വരുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ. വൃത്തം വരയ്ക്കുക, ഞാൻ വരയ്ക്കുക, പകുതി കണ്ടുപിടിക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, വരച്ചാൽ അത് ഏത് കൂടെ പോകുന്ന പറഞ്ഞാൽ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കും വേണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലിയർ ആണോ?
ഇതാണ് ഞാണിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ ഞാണിനെ കുറിച്ച്. ഒരു ഞാൺ എന്താന്ന് പഠിക്കണം. ഏറ്റവും വലിയ ഞാൺ എന്താന്ന് പഠിക്കണം. പിന്നെ ഞാണിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഇതാ, ഒരു വൃത്തത്തിലെ ഏതൊരു ഞാണിൻ്റെയും ലംബ സമാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഇത്രയും പഠിച്ചാൽ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇതെല്ലാവർക്കും മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഒരു അടപ്പ് എന്ത് ചെയ്യുക, എടുത്തിട്ട് വരിക. ഞാൻ ഈ അടപ്പ് വെച്ചിട്ട് അടപ്പിൻ്റെ ആകൃതിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു വൃത്തം വരച്ചു. നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രം കിട്ടും. വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു, വൃത്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വരയ്ക്കണ സമയത്ത് ഇതിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. വൃത്തത്തിൻ്റെ കേന്ദ്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അതും ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ പോകണ്ടല്ലോ, ഒരു ഞാൺ വരച്ച് ഞാണിൽ 90 ഡിഗ്രി എടുത്താൽ അത് ഏത് കൂടെ പോകുന്ന പറഞ്ഞാൽ കേന്ദ്ര ബിന്ദു കൂടെ പോകുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഒരു ഞാൺ അങ്ങോട്ട് വരയ്ക്കുക. ഞാൺ വരച്ചാൽ അതിൻ്റെ പകുതി എന്നിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. എടുത്തിട്ട് പകുതി മാർക്ക് ചെയ്യുക, പകുതി ആക്കുക. എന്നിട്ട് പ്രൊട്രാക്ടറിൽ ഇതാ ഈ ഭാഗം കണ്ടോ ഇവിടെ, അത് ആ പകുതി, നമ്മൾ പകുതി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. എന്നിട്ട് 90 ഡിഗ്രി വരുന്നവിടെയും മാർക്ക് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇത് വൃത്ത കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകും. പക്ഷെ എപ്പോഴും വൃത്ത കേന്ദ്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ എവിടെ വേണിച്ചാലും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ അടുത്തൊരു ഞാണും കൂടി വരയ്ക്കുക. ഇതേപോലെ ഒരു ഞാണ് തൊട്ടപ്പുറത്ത് വരയ്ക്കുക. എന്നിട്ട് വീണ്ടും പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്താൽ അത് തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഈ കൂട്ടിമുട്ടിക്കുമ്പോൾ ഈ 90 ഡിഗ്രികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കണ്ടോ, ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഞാൻ ചെയ്തതെന്ന് പറയാം, ഒരു വൃത്തം വരച്ചു, ഇത്രയേ ചെയ്തുള്ളൂ. ഒരു അടപ്പെടുത്തിട്ട് വൃത്തം വരച്ചു. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേന്ദ്രമാണ്. ആദ്യം ഒരു ഞാൺ വരച്ചു, അതിൻ്റെ പകുതി കണ്ടുപിടിച്ച് 90 ഡിഗ്രി വരച്ചു. വീണ്ടും ഒരു ഞാൺ വരച്ചിട്ട് വീണ്ടും ഒരു 90 ഡിഗ്രി അടിച്ച് വരച്ചു. അപ്പോൾ ഏത് കൂടെ പോവും? ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് പോകുന്നത് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? വൃത്തത്തിൻ്റെ കേന്ദ്രം മാത്രമേ ഉണ്ടാവുള്ളൂ. വേണച്ചാൽ മൂന്നാമതൊന്ന് വരച്ച് നോക്കിക്കോളൂ. മൂന്നാമതൊന്ന് വരച്ചാലും അത് ഏത് കൂടെ പോവുള്ളൂ? ഇത് കൂടെ പോവുള്ളൂ. അത് പോയില്ലെങ്കിൽ നമ്മൾ വരച്ചതാണ് തെറ്റ്. നമ്മൾ എന്തോ വരച്ചപ്പോൾ തെറ്റിയെടുത്തു. അപ്പോൾ കാര്യം മനസ്സിലായാലും ഇവിടെ 90 ഡിഗ്രി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇവിടെയും നമ്മൾ എത്ര എടുത്തിട്ടാണ്? 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു കാര്യം, നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഉപയോഗിച്ച് നമ്മൾ എന്തിനാ പഠിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു വൃത്തം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേന്ദ്രം, വൃത്തത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു കാര്യമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ?
അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു മൂടി, പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ വള, കയ്യിലിടുന്ന വളയൊക്കെ അല്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ വർക്ക്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ചെയ്ത് എനിക്ക് അയച്ചു തരണം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇല്ലയെന്ന് കഴിയുമ്പോൾ ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് ചാപങ്ങൾ. ചാപം എന്ന് പറയും, അല്ലെങ്കിൽ ചാപങ്ങൾ. ഇത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിലൊരു വള ഉണ്ട്. ഒരു വള വൃത്താകൃതിയിലാണല്ലോ വള. വള നിങ്ങൾ പൊട്ടിച്ച കുറച്ച് കഷ്ണങ്ങളാക്കി കിട്ടും. ആ കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ചാപങ്ങൾ എന്ന്. ആ കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ചാപങ്ങൾ. ഒരു ഒറ്റൊന്നേ ഉള്ളൂ, ഒന്ന് പൊട്ടിച്ചെടുത്ത ഒരു ഇതിനെടുത്ത ചാപം എന്ന് പറയും. കുറേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാപങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തം എടുക്കുക, അല്ലെങ്കിൽ ഒരു വള എടുക്കുക, വള പൊട്ടിച്ചാൽ ചെറിയ ചെറിയ വളപ്പൊട്ടുകൾ കിട്ടും അല്ലേ? വളപ്പൊട്ടുകളെ വിളിക്കുന്ന പേരാണ് ചാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചാപങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മളപ്പം എന്ത് ചെയ്തു? ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചു. ഇപ്പോൾ വള ആണ് വിചാരിക്കുക. ഇത് ഞാൻ ഇവിടെ പൊട്ടിച്ചു. ഇതൊരു കഷ്ണാക്കി എടുത്തു. ആ കഷ്ണത്തിന് ഞാൻ പേര് കൊടുക്കുകയാണ് AB. ശരിക്കും ഇവിടെ പൊട്ടിച്ചാൽ ഈ ഒരു ചെറിയ കഷ്ണം കിട്ടും. എന്താ, ഇവിടുത്തെ ഈ ചെറിയൊരു കഷ്ണവും കിട്ടും, ഇത്ര വലിയൊരു കഷ്ണം കിട്ടും. കഷ്ണങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ചാപങ്ങൾ എന്ന് പറയും. ചാപം അല്ലെങ്കിൽ ചാപങ്ങൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുക, ചാപം AB എന്ന് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ചാപങ്ങളുണ്ട്. ഇവിടെ പേര് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് P എന്നും ഇവിടെ ഒരു Q എന്നും കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ്, ABയും പിന്നെ വലുതും. അപ്പോൾ ഇവിടെ ശരിക്കും ചാപം വരുന്നത് APB എന്ന് പറയുന്ന ചാപമാണ്. APB എന്ന് പറയുന്ന ചാപം പറഞ്ഞാൽ എയിൽ തുടങ്ങി P വഴി ബിയിലെത്തുക. അതാണ് APB എന്ന് പറയുന്ന ചാപം. അതായത് ഇത്. വേറൊരു ചാപമുണ്ട് AQB. AQB എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങി Q വഴി ബിയിലെത്തുന്നത്. അതായത് ഇതായിരിക്കും ഏത്? AQB എന്ന് പറയുന്ന ചാപം. അപ്പോൾ ചാപത്തിന് പേര് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പഠിക്കണം. പേര് പറയുമ്പോൾ തുടക്കവും ഒടുക്കവും വഴിയും പറഞ്ഞു കാണിക്കണം. കേട്ടല്ലോ? ഇത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരു പഠിക്കാനുള്ള കാര്യം, ഇവിടെ APB എന്ന് പറയുന്ന ചാപത്തിൻ്റെ ശിഷ്ടചാപം, ഒരു വാക്ക് പഠിക്കാനുണ്ട്. ശിഷ്ടചാപം, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, മറുചാപം. ഒരു വൃത്തത്തിൽ ഒരു ചാപം എടുത്തു, APB. ഈ ചാപത്തിൻ്റെ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപമാണ് AQB. APBയുടെ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപമാണ് AQB. കാരണം ഒരു വളയനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ ഒരു കഷ്ണം എടുത്താൽ ആ കഷ്ണം വെച്ച് മറ്റേത് പറയുന്ന ഇതാണ് എന്ത്? ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപം. നമുക്ക് ഇങ്ങനെയും പറയാം, AQBയുടെ ശിഷ്ടചാപമാണ് APB എന്നും പറയാം, APBയുടെ ശിഷ്ടചാപമാണ് AQB എന്നും പറയാം. അപ്പോൾ ഒരു ചാപം എടുത്താൽ അത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ശിഷ്ടചാപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വള എടുത്തു, വളയിൽ ഒരു ഭാഗം പൊട്ടിച്ചത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, പൊട്ടിച്ചത് നമ്മുടെ കയ്യിലെടുത്തു, പൊട്ടിയതിൻ്റെ മറുചാപമാണ് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ മറുചാപമാണ് ഈ പൊട്ടിച്ച ചെറിയ കഷ്ണം എന്നും നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ ഇവിടെ ചാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ചാപം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വൃത്തത്തിലെ ഒരു ചെറിയ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, ചാപം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാമെങ്കിൽ ഒരു വള എടുക്കുക, വളയൊന്ന് പൊട്ടിച്ചാൽ നമുക്ക് കുറേ ചാപങ്ങൾ കിട്ടും, ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്, ചാപം എന്ന് പറയുന്നത്. ചാപത്തിന് പേര് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണ് AB എന്ന് പറയുന്നതാണ് പൊട്ടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാനൊരു പേര് കൊടുത്തു, ഇവിടെ ഒരു പേര് കൊടുത്തു. അപ്പോൾ APB എന്ന ചാപം കിട്ടി. APB എന്ന് പറഞ്ഞ ചാപം എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങി P വഴി ബിയിലെത്തുക. AQB എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങി Q വഴി ബിയിലെത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചാപങ്ങൾ. ഇതിൽ ശിഷ്ടചാപം, മറുചാപം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ശിഷ്ടചാപവും മറുചാപവും എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, APBയുടെ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപമാണ് AQB, AQBയുടെ മറുചാപമാണ് APB. ഏതാണോ എടുക്കുന്നത് അതിനെ ഒഴിച്ച് ബാക്കി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപം എന്ന് പറയുന്നത്. ഇതുവരെ മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ അടുത്തൊരു വൃത്തം കൂടി വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ അടുത്തൊരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇനി വൃത്തം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ആ വൃത്തത്തിലൊരു വ്യാസം വരയ്ക്കുകയാണ്. വ്യാസം എന്ന് പറഞ്ഞാൽ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഞാണാണത്. ഞാൻ പേര് കൊടുത്തു AB. ഇവിടെ ഞാനൊരു പേര് കൊടുക്കണു P, ഇവിടെ ഒരു പേര് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വൃത്തത്തിലിപ്പോൾ രണ്ട് ചാപങ്ങളുണ്ട്. രണ്ട് ചാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് APB എന്ന് പറയുന്ന ഒരു ചാപമുണ്ട്, എയിൽ തുടങ്ങി P വഴി B എന്ന് പറയുന്നത്. പിന്നെ ഈ APBയുടെ മറുചാപം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, AQB. ഈ മറുചാപം എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു ചാപത്തിൻ്റെ മറുചാപം എഴുതുമ്പോൾ അതിൽ തുടക്കവും അവസാനവും ഒരേപോലെ ആയിരിക്കും. തുടക്കം അവസാനം എപ്പോഴും എന്ത് പറയും, ഒരേപോലെ ആയിരിക്കണം. എയിൽ തുടങ്ങിയ ഇവിടെ എയിൽ തുടങ്ങും, ബിയിൽ അവസാനിക്കണം ഇവിടെയും ബിയിൽ അവസാനിക്കുന്നു. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ വരയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കുക, ഈ APB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൃത്തത്തെ രണ്ടാക്കി മുറിച്ചല്ലേ, കേന്ദ്രബിന്ദു കൂടെ കടത്തി വിട്ട് പറഞ്ഞാൽ വൃത്തത്തെ രണ്ടാക്കി മുറിച്ചതാണ് അല്ലേ. അപ്പോൾ APB എന്ന് പറയുന്നത് ശരിക്കും APB എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ പകുതിയാണ്, വൃത്തത്തിൻ്റെ പകുതിയാണ്. ഇതിനെയാണ് അർദ്ധവൃത്തം എന്ന് പറയുന്നത്. അർദ്ധവൃത്തം എന്ന് പറയുന്നത്, അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ പകുതി. ഇതിൽ APB അത് വരാൻ കാരണം AB എന്ന് പറയുന്നത് വ്യാസമായതുകൊണ്ടാണ് APB എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയത്, അർദ്ധവൃത്തമായിട്ട് മാറിയത്. എന്തായിട്ട് മാറിയത്, അർദ്ധവൃത്തമായിട്ട് മാറിയത്. ഇത് അർദ്ധവൃത്തമാണെങ്കിൽ AQB എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, അർദ്ധവൃത്തം തന്നെയാണ്. കാരണം അരിയും കൂടി ചേർത്താലല്ലേ ഒന്നാവുള്ളൂ. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ ഇതിവിടെ പകുതി പോയി, അപ്പോൾ ബാക്കി എന്താ വരുള്ളൂ, പകുതിയാണ് വരുള്ളൂ. അപ്പോൾ AB എന്ന് പറയുന്നത് വ്യാസം ആയാൽ APB AQB എന്ന് പറയുന്ന രണ്ട് ചാപങ്ങൾ കിട്ടും. ഈ രണ്ട് ചാപങ്ങളെയും വിളിക്കുന്ന പേരാണ് അർദ്ധവൃത്തം. അർദ്ധവൃത്തം പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു വൃത്തം എടുക്കുക, വൃത്തത്തിനെ പകുതിയാക്കി മുറിക്കുക, വേറെ ഒന്നുമില്ല. ഇത് ക്ലിയർ ആണോ? ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ചാപങ്ങളൊക്കെ പറയാൻ പറ്റില്ലേ? ഇനി ഉദാഹരണത്തിന് ഞാനിവിടെ കുറച്ച് പേരുകൾ കൂടി കൊടുക്കുകയാണ്. ഇതിൽ ചാപങ്ങൾ എഴുതാൻ പറയും. ഇങ്ങനെ ഒരു വൃത്തം തന്നിട്ട് ഇതിലെ ചാപങ്ങൾ എഴുതാൻ പറയും. ഇതിൽ ചാപങ്ങൾ എഴുതുമ്പോൾ നമുക്ക് AP എന്ന് പറയുന്ന ഒരു ചാപമാണ്, APM എന്ന് പറയുന്നത് ഒരു ചാപമാണ്, APB
എന്ന് പറയുന്നത് ഒരു ചാപമാണ്. APB എന്ന് പറയുന്ന ചാപവും AMB എന്ന് പറയുന്ന ചാപവും ഒന്ന് തന്നെയാണ്. AMB എന്ന് പറയുന്ന ചാപവും ഒന്ന് തന്നെയാണ്. കാരണം തുടക്കം അവസാനം ഒന്ന് തന്നെയാണ്. ഇടയിൽ വരുന്ന പേരിനാണ് ഇമ്പോർട്ടൻ്റ്. അടുത്തത് AN എന്ന് പറയുന്നൊരു ചാപമുണ്ട്. ANQ എന്ന് പറയുന്നൊരു ചാപമുണ്ട്. AQB എന്ന് പറയുന്നൊരു ചാപമുണ്ട്. AQB എന്ന് പറയുന്നൊരു ചാപമുണ്ട്. NQ എന്ന് പറയുന്നൊരു ചാപമുണ്ട്. PM എന്ന് പറയുന്നൊരു ചാപമുണ്ട്. PMB എന്ന് പറയുന്നൊരു ചാപമുണ്ട്. അടുത്തത് MBQ എന്ന് പറയുന്നൊരു ചാപമുണ്ട്. MAQ എന്ന് പറയുന്നൊരു ചാപമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പേരുകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചാപങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ചാപങ്ങളിൽ ഇഷ്ടം പോലെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ ചാപങ്ങളിൽ അർദ്ധവൃത്തത്തിലുള്ള ചാപം വരുന്നത് ആകെ ഏത് മാത്രമേ ഉള്ളൂ? APBയും AQBയും. അല്ലെങ്കിൽ നമുക്ക് AMB എന്ന് എഴുതാം, ANB എഴുതാം. അർദ്ധവൃത്തത്തിൽ വരുമ്പോൾ ഇത്രയുമാണ് ചാപങ്ങൾ വരുന്നത്. അതിന് കാരണം AB എന്ന് പറയുന്നത് വ്യാസമായതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ചാപം എന്താണെന്ന് മനസ്സിലായി, വൃത്തം എന്താണെന്ന് മനസ്സിലായി, ചാപങ്ങൾ എഴുതുന്നത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ ഞാൻ ഇതിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഇട്ട് തരാം. അപ്പോൾ അതും കൂടി നമുക്ക് പഠിക്കണം. കേട്ടല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വൃത്തത്തിൻ്റെ കോണളവുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒരു വൃത്തത്തിൻ്റെ കോണളവ്. അപ്പോൾ ഞാനൊരു വൃത്തമൊക്കെ വരച്ചിട്ടുണ്ട്. വൃത്തത്തിൻ്റെ കോണളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ നോക്കൂ, ഞാനിവിടെ ഒരു വരച്ചു. ഈ വൃത്തത്തിന് ഞാനൊരു ആരം വരച്ചു. ഇവിടെ തുടങ്ങി ഒരു 12 മണിന്ന് വിചാരിക്കുക. ക്ലോക്കിൽ ഇത് മൊത്തം ഇങ്ങനെ കറങ്ങി വരണ്ടേ, ഇതുവരെ എത്തണ്ടേ. അപ്പോൾ ക്ലോക്ക് മൊത്തം കറങ്ങി വരണം. അപ്പോൾ ക്ലോക്ക് മൊത്തം കറങ്ങി വരാൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോക്കൂ, ഇതാ ഒരു പൊട്രാക്ടർ എടുത്ത് വെച്ചു. അപ്പോൾ പൊട്രാക്ടർ എടുത്ത് വെച്ചാൽ ഇവിടെയാണ് 0, 90 എത്തി, 180 എത്തി. അപ്പോൾ ഞാൻ ഇവിടെ തുടങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും 180 ആയി. പിന്നെയും തിരിച്ചു വെച്ചു. ഇവിടെ 0 വീണ്ടും തുടങ്ങി അവസാനിക്കുമ്പോൾ 180. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ കേന്ദ്രം വെച്ച് നോക്കുമ്പോൾ, വൃത്ത കേന്ദ്രം വെച്ച് പറയുമ്പോൾ ഒരു വൃത്തത്തിൻ്റെ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പൊട്രാക്ടറും കൂടി എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചാൽ പോരെ. ഈ പൊട്രാക്ടർ ഇങ്ങനെ വെച്ചു, അടുത്തൊരു പൊട്രാക്ടർ ഇവിടെ വെച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വൃത്തം കിട്ടുള്ളൂ. ഒരു പൊട്രാക്ടറിൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടെണ്ണം കൂടിയ 180 + 180 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു വൃത്തത്തിലെ കോണുകളുടെ അളവ് എന്ന് പറഞ്ഞാൽ, വൃത്തത്തിൻ്റെ കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇനി അത് കൂടുതലും കേന്ദ്ര കോൺ എന്ന് പറയും. നടുവിലേക്കാണ് നമുക്കെല്ലാം നോക്കേണ്ടത്. അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് കോണുകൾ വരുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഇതേ വൃത്തത്തിൽ ഞാൻ വരയ്ക്കുകയാണ്. ചാപം വരച്ചു, ചാപം മാർക്ക് ചെയ്തു. A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന ഒരു ചാപം മാർക്ക് ചെയ്തു. A എന്ന് പറയുന്ന ചാപം, AB എന്ന് പറഞ്ഞ ചാപം. ഇതാണ് കേട്ടോ ചാപം. ഈ ചെറുത് AB എന്ന് പറഞ്ഞ ചാപം. അപ്പോൾ എയും മാർക്ക് ചെയ്തു, ബിയും മാർക്ക് ചെയ്തു. എന്നിട്ട് എയിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്കും ബിയിൽ നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്കും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുന്ന ഈ കോണളവുണ്ടല്ലോ,
ഈ കോണളവിനെ പറയുന്ന പേരാണ് കേന്ദ്രകോൺ. ഈ കോണിന്റെ പറയുന്ന ഈ ചാപത്തിന്റെ AB എന്ന ചാപത്തിന്റെ കേന്ദ്ര കോൺ ആണ് ഏത്? ഇതാ ഞാനിവിടെ ഈ ചോദ്യചിഹ്നം ഇട്ട് വെച്ചതിനെയാണ് എന്ത് പറയുന്നത്? കേന്ദ്രകോൺ. ക്ലിയർ ആയോ? കുഴപ്പമുണ്ടോ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ മാത്രമല്ല ഉള്ളത്, ഇവിടെയും ഒരു കോണളവുണ്ട്, ഇത്രയും ഒരു കോണളവുണ്ട്. അത് ഞാൻ 2 ചോദ്യചിഹ്നം കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് ബാക്കി ഭാഗത്തിന്റെ കേന്ദ്രകോൺ. നമുക്ക് പറയണത് ബാക്കി ഭാഗത്തിന്റെ കേന്ദ്രകോൺ. അപ്പോൾ നമ്മൾ ചെയ്ത് എത്ര മാത്രമേ ഉള്ളൂ? ഒരു വൃത്തം വരച്ചു, വൃത്തത്തിൽ AB എന്ന് പറയുന്നത് മാർക്ക് ചെയ്തു, 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഒരു ചാപം കിട്ടി നമുക്ക്. ആ ചാപത്തിൽ നിന്ന് Aയിൽ നിന്ന് കേന്ദ്ര ബിന്ദുവിലേക്കും ബിയിൽ നിന്ന് കേന്ദ്ര ബിന്ദുവിലേക്ക്, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്കും വരകൾ വരച്ചു. അപ്പോൾ അവിടെ ഒരു കോൺ രൂപപ്പെട്ടു. ആ കോണിനെ പറയുന്ന പേരാണ് AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നാണ് പറയുക. ബാക്കി വേറൊരു കോണുണ്ട്, ആ കോൺ പറഞ്ഞാൽ ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എന്നും പറയും. ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എന്നും പറയും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചോദ്യങ്ങൾ വരിക ഇങ്ങനെയാണ്: ഒരു വൃത്തത്തിൻ്റെ 1/6 ഭാഗം, ഒരു വൃത്തത്തിൻ്റെ 1/6 ഭാഗം, ഒരു ഭാഗത്തിൻ്റെ 1/6 ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? എത്രയാണ്? ഇങ്ങനെയാണ് ചോദ്യം വരിക. ഒരു വൃത്തത്തിൻ്റെ 1/6 ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1/6 ഭാഗമാണ്. അപ്പോൾ കേന്ദ്രകോൺ എന്ന് പറയുന്നത്, അപ്പോൾ 1/6 ഭാഗം എന്ന് പറഞ്ഞാൽ 1/6. 1/6 ഭാഗം എന്ന് പറഞ്ഞാൽ 1/6. മൊത്തം നമുക്കറിയാം എത്ര? 360. അപ്പോൾ 1/6 × 360, അതായത് 360/6. കാരണം 1 × 360 360 ബൈ 6 = 60 ഡിഗ്രി. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ 1/6 ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചെയ്താൽ 360നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മൊത്തം 360 ആണ്. മൊത്തം 360 ആണ്. അതിൽ നിന്ന് 60 കുറച്ചാൽ മതി. ഉത്തരം കിട്ടും എത്ര? 300 ഡിഗ്രി. അപ്പോൾ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ശിഷ്ടചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നും പറയും. ശിഷ്ടചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നും പറയും, ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ എന്നൊക്കെ പറയും. ബാക്കി ഭാഗം അല്ലെങ്കിൽ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലായോ? കോണളവാണ്. കോണളവ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആകെ ഇത്ര മാത്രം നോക്കുക. ഒരു വൃത്തത്തിൻ്റെ കോണളവ് എന്ന് പറഞ്ഞത് 360 ഡിഗ്രിയാണ്. ചാപമായിട്ട് കണക്കാക്കുമ്പോൾ ഒരു ചാപം വരച്ചു, അതിൽ നിന്ന് വരുന്ന ഭാഗത്തിൻ്റെ ഇത് വരുമ്പോൾ ഈ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്? AB ചാപത്തിൻ്റെ കേന്ദ്രകോൺ. അതിനെയാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. 2 ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ബാക്കി ഭാഗത്തിൻ്റെ കേന്ദ്രകോൺ, അല്ലെങ്കിൽ ശിഷ്ടചാപത്തിൻ്റെ കേന്ദ്രകോൺ, അല്ലെങ്കിൽ മറുചാപത്തിൻ്റെ കേന്ദ്രകോൺ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. കേട്ടല്ലോ? അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വൃത്തം വരച്ചു. വൃത്തം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു 2 ബിന്ദു വരച്ചു. ആണ് 2 ബിന്ദുക്കൾ മാർക്ക് ചെയ്തു. A എന്നും പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു, B എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു.
ഇനി ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ, അപ്പോൾ നമുക്കൊരു ചാപം കിട്ടി, എ ബി എന്ന് പറയുന്ന ഒരു ചാപം കിട്ടി. ഈ ചെറുത് നോക്കിയാൽ മതി കേട്ടോ, വലുതുകൊണ്ട് നമുക്ക് ചെറുത് നോക്കാം. ഈ എ ബി എന്ന ചാപത്തിൽ ഞാൻ എന്ത് ചെയ്തു, എയിൽ നിന്ന് വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചു. അപ്പോൾ നമുക്ക് ബിയിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചു. എന്നിട്ട് ഈ കേന്ദ്രകോൺ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊരു 60 ഡിഗ്രി എന്ന് വിചാരിക്കാം. 60 ഡിഗ്രി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ എ ബി എന്ന് പറയുന്ന ചാപത്തിൻ്റെത്, ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണാണ് ഏത്, 60 എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ചാപമല്ലാതെ ബാക്കിയുള്ള ശിഷ്ടചാപം ഉണ്ടല്ലോ, ഈ ശിഷ്ടചാപത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റ് എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധിക്കുക, എയിൽ നിന്ന് അവിടേക്കും അതേപോലെ ബിയിൽ നിന്ന് അവിടേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടും. അടുത്ത് മാർക്ക് ചെയ്തു, അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു, എയിൽ നിന്നും മാർക്ക് ചെയ്തു, അതേപോലെ ബിയിൽ നിന്നും മാർക്ക് ചെയ്തു. അപ്പോഴും ഒരു ഇത് കിട്ടി. മൂന്നാമത്തേലേക്ക് ഞാൻ എന്ത് ചെയ്തു, എയിൽ നിന്നും മാർക്ക് ചെയ്തു, ബിയിൽ നിന്നും മാർക്ക് ചെയ്തു. ഇങ്ങനെ ഈ നമ്മൾ വരച്ച ചാപത്തിൻ്റെ കേന്ദ്രകോണം ഇതല്ലാത്ത മറുചാപത്തിൽ ഏതൊരു പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ബിന്ദുക്കൾ മാർക്ക് ചെയ്തിട്ട് എയിൽ നിന്നും ബിയിൽ നിന്നും വരച്ചാൽ നമുക്ക് ഓരോ കോണുകൾ കിട്ടും. ഈ കോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 60ൻ്റെ നേർപകുതിയായിരിക്കും. അതായത് ഈ കോണിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ടിട്ട് എന്ത് പറയാം, 30 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞത്, 30 ഡിഗ്രി ആയിരിക്കും. ഇതും വൃത്തത്തിലെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ ഒരു ഞാൻ വരയ്ക്കുമ്പോഴല്ലേ പറഞ്ഞത്, ഞാൻ ആ 90 ഡിഗ്രി വരയ്ക്കുമ്പോൾ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയായിരുന്നു. അതേപോലെ അടുത്തൊരു പ്രത്യേകതയാണ്, ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ മറുചാപത്തിലേക്ക് ഏതൊരു ബിന്ദു മാർക്ക് ചെയ്തിട്ട് ആ ചാപം തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും നമ്മളൊരു നേർരേഖ വരച്ചാൽ നമുക്കൊരു കോണുണ്ടാവും. ആ കോണ് എപ്പോഴും എന്തായിരിക്കും, ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. കേന്ദ്രകോണിൻ്റെ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എഴുതുകയാണ്. ഇത് പഠിക്കാനുള്ള വാചകം ഇങ്ങനെയാണ്: ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് ആ ചാപം അതിൻ്റെ ശിഷ്ടചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ, അപ്പോൾ ചാപത്തിൻ്റെ കേന്ദ്രകോൺ, ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ചാപം എടുത്തത്, അതിൻ്റെ കേന്ദ്രകോണിൽ 60 പകുതിയാണ്. അപ്പോൾ 60ൻ്റെ പകുതി 30ആണ്. ആ ചാപം, ചാപത്തിൻ്റെ ശിഷ്ടചാപത്തിൽ പറഞ്ഞാൽ ഈ ചാപത്തിൻ്റെ ബാക്കിയുള്ളത് ശിഷ്ടചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ. അതാണ് ഈ 3 എണ്ണം ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിങ്ങനെ കാര്യം മനസ്സിലായല്ലോ. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 30. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം. ഞാനുണ്ടോ ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്തു, എന്നിട്ട് എയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരച്ചു. എന്നിട്ട് ഈ കോൺ
50 ഡിഗ്രിയാണെന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളടുത്ത് ചോദിക്കും എ ബി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്. അപ്പോൾ എ ബി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിൽ നിന്നും വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരയ്ക്കുക ആദ്യം. ഇതാണ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതോ ആവാം, അല്ലെങ്കിൽ ഇതും ആവാം. ഇത് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞാൽ 50ൻ്റെ ഇരട്ടി. ഇവിടെ എന്തായിരിക്കും? 100. അത് ഇതിനെ തിരിച്ചു പറഞ്ഞതാണ്. ഇത് 100 ആണെങ്കിൽ ഇത് 50, ഇത് 50 ആണെങ്കിൽ ഇത് 100. ഇത് 100 ആണെങ്കിൽ ഇതിന് ചുറ്റും വരുന്നത് 360 ആണ്. അപ്പോൾ ഇവിടെ 260. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ മനസ്സിലായോ? അപ്പോൾ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് ആ ചാപം അതിൻ്റെ ശിഷ്ടചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇതും പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും സംശയമുണ്ടോ ഇത്രയും കാര്യം നോക്കിയതിൽ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 3 കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്. വളരെ എളുപ്പമാണ്. അതിനു മുമ്പ് ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശമുള്ള ചിത്രങ്ങൾ. അതായത് നമ്മൾ ചതുരം അങ്ങനെയുള്ള പറയില്ലേ, സമചതുരം, ചതുരം, സമചതുരം, സമാന്തരികം, അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചതുർഭുജം. 4 വശങ്ങളുള്ള ചിത്രമാണ് ചതുർഭുജം. ഇനി ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് വൃത്തമാണ്. അതായത് വൃത്തത്തിൽ ഒരു വൃത്തം വരച്ച് ഈ വൃത്തത്തിനുള്ളിൽ ഇപ്പം എന്ത് ചെയ്തു? ഒരു ചതുർഭുജം വൃത്തത്തിൽ വന്നിട്ട് മുട്ടുന്ന രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ, മൂലകൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഈ 4 എണ്ണം, ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം വൃത്തത്തിലാണെങ്കിൽ ആ ചതുർഭുജത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ചക്രീയ ചതുർഭുജം. അതായത് ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾ ഉള്ളതാണ്. അപ്പോൾ 4 വശങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മൂലകൾ ഉണ്ടാവും. ഇതാണ് മൂലകൾ. ഈ 4 മൂലകളും വൃത്തത്തിൽ വന്നാൽ അതിനെ പറയുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. അത് ഞാനൊന്ന് എഴുതി തരികയാണ്, അതൊന്ന് എഴുതി വയ്ക്കുക. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണെങ്കിൽ ആ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് പറയും. അപ്പോൾ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിലൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അതും കൂടി ഞാനിവിടെ എഴുതുകയാണ്. ഒരു ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അത് ഒരു ചക്രീയ ചതുർഭുജമായിരിക്കും. ഇതും കൂടി പഠിച്ചു വെക്കണം. ഒരു ചതുർഭുജത്തിൻ്റെ എതിർ കോണുകളുടെ തുക 180 ആയാൽ അതൊരു ചക്രീയ
ഭുജമായിരിക്കും. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ചതുർഭുജം തന്നു. അങ്ങനെ ചതുർഭുജം തന്നു. 4 കോണുകളും നമുക്കറിയാം. ഇതൊരു ചക്രീയ ചതുർഭുജമായിരിക്കുമോ അല്ലയോ എന്ന് നമുക്ക് പറയണം. ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം വരച്ചാൽ ഈ 4 മൂലകളും വൃത്തത്തിൽ ഉണ്ടാവണം. ആണോ അല്ലയോ എന്ന് നോക്കാൻ എളുപ്പമുള്ള വഴി, എതിർവശത്ത് വരുന്ന കോണുകൾ. ഇപ്പം ഇവിടെ നോക്കൂ, ഈ കോണും ഈ കോണും. അപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണ്. ABCD എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോൾ എ എന്ന കോണും സി എന്ന കോണും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും വേണം. ബി എന്ന കോണും ഡി എന്ന കോണും കൂട്ടിയാലും എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും നോക്കണ്ട, ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു എതിർ ദിശയിൽ വരുന്ന എതിർ കോണുകളുടെ തുക 180 ആയാൽ അത് എന്തായിട്ട് മാറും? ചക്രീയ ചതുർഭുജമായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കണം. എന്താണ് ചക്രീയ ചതുർഭുജം എന്നും പഠിച്ചു വെക്കണം. ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകതയും പഠിച്ചു വെക്കണം. ക്ലിയർ ആയല്ലോ? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ? അവസാനമായി ഇനി നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം പഠിക്കണം. അതേപോലെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം പഠിക്കണം. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആരം എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം, അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ആർ. വ്യാസം എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഡി. ഇവ തമ്മിലുള്ള ബന്ധമാണ് ആർ. ആരം എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയാണ്. ആർ എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണം. ആർ എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയാണ്. അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 6ൻ്റെ 2 മടങ്ങാണ്. 6ൻ്റെ 2 മടങ്ങാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൽ പഠിച്ചു വയ്ക്കണം. ഇനി ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇതാണ് 2πr എന്നാണ്. 2πr അല്ലെങ്കിൽ ചുറ്റളവിനുള്ള ഫോർമുലയാണ് πd എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 2 ഫോർമുല ഉണ്ട്. ആരമാണ് തന്നിട്ടുണ്ടെങ്കിൽ 2πr എന്നും, വ്യാസമാണ് തന്നിട്ടുള്ളെങ്കിൽ πd എന്നും ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇതിൽ പൈ എന്ന് പറയുന്നത് 3.14 ആണ്. 3.14 ആണ്. പൈ എന്നാണ് പറയുക. വായിക്കുന്നത് പൈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ പോലെ പൈ. അപ്പോൾ ഇതാണ് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സൂത്രവാക്യം. ആരം 6, വ്യാസം d. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ d/2 അല്ലെങ്കിൽ d എന്ന് പറഞ്ഞാൽ 2r ആണ്. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 2πr എന്നും പറയാം, അല്ലെങ്കിൽ πd എന്നും പഠിക്കാം. ചോദ്യത്തിൽ എങ്ങനെയാണോ തരുന്നത്, ആരം തന്നാൽ ഇത് ഉപയോഗിക്കുക, വ്യാസം തന്നാൽ ഇത് ഉപയോഗിക്കുക. പൈ എന്ന് പറയുന്നതിൻ്റെ വില എന്ന് പറയുന്നത് 3.14 ആണ്. ഇതുവരെ മനസ്സിലായല്ലോ? ഇനി പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് πr² ആണ്. പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ത് പഠിച്ചാൽ മതി? πr². അപ്പോൾ ഇത്രയും സൂത്രവാക്യങ്ങളും നിങ്ങളിനി പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ, ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വൃത്തം എന്താണെന്ന് പഠിക്കണം. ആരം, വ്യാസം, വൃത്തത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്രബിന്ദു, ഞാൻ പഠിച്ചു, ചാപം പഠിച്ചു, കോണളവുകൾ പഠിച്ചു, പിന്നെ കണ്ടുപിടിക്കേണ്ട രീതികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലംബസമാജിയൊക്കെ വരച്ചിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേന്ദ്രകോണും ബാക്കി വരുന്ന ഭാഗത്തുള്ള കോണും തമ്മിലുള്ള ഒരു ബന്ധം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്രീയ ചതുർഭുജം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാനുള്ളതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, ഇതിന് ശേഷം ഇതിൻ്റെ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഇട്ട് തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച്
നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഇതിൽ സംശയമുള്ളവർ ചോദിക്കണം. മൊത്തം ക്ലാസ് കേട്ടിട്ട് എന്തൊക്കെയൊക്കെ സംശയം വരുന്നതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തരണം. മനസ്സിലാക്കണം കേട്ടോ. ഡൗട്ടൊന്നും വെച്ചിരിക്കരുത്. നോക്കുക. എല്ലാം എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ചിത്രം വരച്ചിട്ട് ചെയ്യേണ്ടതാണ് എല്ലാം. ശരി അപ്പോൾ.